സാധിക്കും. അതിനേറ്റവും ആവശ്യം ശുചിത്വമാണ്. കാവ്യ എന്ന പേരിനു പകരം മലയാളികൾ പലപ്പോഴും പറഞ്ഞിരുന്നത് കാവ്യ മാധവൻ എന്നാണ്. അച്ഛൻ മാധവന്റെ പേര് കൂട്ടിച്ചേർക്കാതെ കാവ്യ എന്ന അഭിനേത്രിയില്ല. ഒരു ഫാദേഴ്സ് ഡേയുടെ ആഘോഷം തീരും മുമ്പ് തന്നെ കാവ്യയ്ക്ക് അച്ഛനെ നഷ്ടമായിരിക്കുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ മാധവന്റെ അന്ത്യം ചെന്നൈയിൽ വെച്ചായിരുന്നു. നീലേശ്വരം പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയായി കാവ്യ മാറിയതിനു പിന്നിൽ അച്ഛന്റെ വലിയൊരു പ്രയത്നമുണ്ട്. ബാലതാരമായി കാവ്യ വെള്ളിത്തിരയിലെത്തിയതു മുതൽ മകൾക്ക് പിന്തുണയുമായി അച്ഛൻ കൂടെയുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിൽ കലോത്സവ വേദികളിലും പിന്നീട് സിനിമാ സെറ്റുകളിലും മകൾക്കൊപ്പം മാധവൻ സഞ്ചരിച്ചിരുന്നു. നീലേശ്വരത്ത് സുപ്രിയ എന്ന പേരിൽ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലാണ് മകളുടെ ആഗ്രഹത്തിനോടൊപ്പം നിന്നിരുന്നത്. വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും സ്വകാര്യ ജീവിതത്തിൽ ഉലച്ചിലുകളുണ്ടായപ്പോഴും കാവ്യയ്ക്കൊപ്പം അച്ഛൻ നിന്നു. കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻ്റെ സുപ്രിയ ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടിയ ഊർജമായിരുന്നു. മകൾ മീനാക്ഷിയുടെ പഠനാർത്ഥം കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അച്ഛനും കൂടെ പോകുമായിരുന്നു. കാവ്യയുടെ സഹോദരനായ മിഥുനും കുടുംബവും ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയതിനു ശേഷമായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക. കൊച്ചിയിലായിരിക്കും ചടങ്ങുകൾ.